അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിക്ക് വീണ്ടും കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായ മുഹമ്മദ് സലീം ഡോളയെ ഇന്ത്യ നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. തുർക്കിയിൽ വച്ച് പിടിയിലായ ഇയാളെ അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെയാണ് NCB ഡൽഹിയിൽ എത്തിച്ചത്. ആരാണ് ഈ സലീം ഡോള? എങ്ങനെയാണ് ഇന്റർപോളിൻ്റെയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളുടെയും കണ്ണിട്ട് വെട്ടിച്ച് നടന്ന ഇയാളെ ഇന്ത്യ കുടുക്കിയത്? ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ട് എന്ന ദൗത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണരൂപം നമുക്ക് നോക്കാം. 59 വയസ്സുകാരനായ മുഹമ്മദ് സലീം ഡോള മുംബൈയിലെ ഡോങ്ക്രി സ്വദേശിയാണ്. ഏകദേശം ഒരു പതിറ്റാണ്ട് മുൻപാണ് ഇയാൾ ഇന്ത്യയിൽ നിന്നും മുങ്ങിയത്. വെറുമൊരു ക്രിമിനൽ എന്നതിലുപരി ഡി കമ്പനിയുടെ അന്താരാഷ്ട്ര ലഹരിമരുന്ന് ശൃംഖല നിയന്ത്രിച്ചിരുന്ന പ്രധാന കണ്ണിയായിരുന്നു ഇയാൾ. മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ഹെറോയിൻ, ചരസ്, മെഫെഡ്രോൺ തുടങ്ങിയ മാരക ലഹരിമരുന്നുകൾ വൻതോതിൽ എത്തിച്ചിരുന്നത് സലീം ഡോളയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. പശ്ചിമേഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഇയാൾ വിദേശത്ത് നിന്ന് നിയന്ത്രിച്ചിരുന്നു. സലീം ഡോളയെ പിടികൂടാൻ ഇന്ത്യ ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ട് എന്ന പേരിൽ ഒരു വലിയ ദൗത്യമാണ് ആവിഷ്കരിച്ചത്. 2024 മാർച്ചിൽ ഇയാൾക്കെതിരെ ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഏപ്രിൽ 26 തുർക്കിയിലെ ഇസ്താംബുളിലെ ബേലിക്സ്ദുസു ജില്ലയിൽ നിന്ന് ഇയാളെ തുർക്കി രഹസ്യാന്വേഷണ വിഭാഗം പോലീസും ചേർന്ന് പിടികൂടുന്നത്. വ്യാജരേഖകളും വ്യാജ പേരും ഉപയോഗിച്ചാണ് ഇയാൾ അവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഒരു രസകരമായ കാര്യം, കഴിഞ്ഞ വർഷം സലീം ഡോളയുടെ മകൻ താഹിർ ഡോളയെ ഇന്ത്യയിലേക്ക് നാടുകടത്തിയിരുന്നു. താഹിറിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പിതാവ് ഒളിച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഇന്ത്യൻ ഏജൻസികൾക്ക് വ്യക്തമായ സൂചന ലഭിച്ചത്. സലീം ഡോളയെ ഇന്ത്യയിലെത്തിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം തുർക്കിയുമായി ഇന്ത്യക്ക് നേരിട്ടുള്ള കുറ്റവാളി കൈമാറ്റ കരാറുകൾ ഇല്ല. ഇവിടെയാണ് ഇന്ത്യൻ ഏജൻസികൾ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തിയത്. പിടിയിലാകുമ്പോൾ സലീം ഡോളയുടെ കൈവശം വ്യാജ UAE പാസ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അവസരം മുതലെടുത്ത് ഇന്ത്യൻ ഏജൻസികൾ UAE അധികൃതരുമായി ബന്ധപ്പെട്ടു. തുർക്കി, UAE എന്നീ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ ചൊവ്വാഴ്ച പുലർച്ചെ ഡോളയെ ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിച്ചു. അവിടെ വെച്ച് NCB ഇയാളെ ഔദ്യോഗികമായി കസ്റ്റഡിയിലെടുത്തു. ഈ നീക്കത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രശംസിച്ചു. ലഹരി മാഫിയയോട് മോദി സർക്കാർ വെച്ചുപുലർത്തുന്ന സീറോ ടോളറൻസ് നയത്തിന്റെ വിജയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരി രാജാക്കന്മാർ എവിടെ ഒളിച്ചാലും അവർക്കിനി സുരക്ഷിതമായി ഒരിടമുണ്ടാകില്ല എന്നാണ് അമിത് ഷാ എക്സിൽ കുറിച്ചത്. ഗുജറാത്ത് ATS, മുംബൈ പോലീസ് എന്നിവർക്കും ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിലെ വൻകിട ലഹരി വിതരണക്കാർക്ക് സാധനം എത്തിക്കുന്ന പ്രധാന ഉറവിടമായിരുന്നു ഇയാളെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. അധോലോക നായകന്മാരുടെ വിദേശത്തുള്ള സുരക്ഷിത താവളങ്ങൾ ഓരോന്നായി തകരുകയാണ് എന്നതിൻ്റെ തെളിവാണ് സലീം ഡോളയുടെ ഈ അറസ്റ്റ്. വരും ദിവസങ്ങളിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഡി കമ്പനിയുടെ കൂടുതൽ നിഗൂഢമായ ഇടപാടുകൾ പുറത്തുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.